ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിവിടെ കരോൾ വരുന്ന ദിവസമായിട്ട് നമുക്കിന്ന് ഏകദേശം ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേനും അവർ വരും. അപ്പോൾ ഞാൻ വേഗം പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ട്രീ ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇന്ന് ഇങ്ങോട്ട് വരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. കാരണം എല്ലാ വട്ടവും ക്രിസ്മസിൻ്റെ തലേദിവസമൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഏരിയ സൈഡ് വരൽ. പക്ഷേ ഈ വട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവിടെ നിന്നാണ്. കാരണം ഈ ഒരു തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവർ വരുന്നതുകൊണ്ട് ട്രീ ഉണ്ടാക്കിയിട്ടില്ല, പുൽക്കൂട് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് പുൽക്കൂട് എന്തായാലും ഇപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. പുൽക്കൂടിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എടുത്തിടാം. പിന്നെ അതിന് ട്രീ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അതിനുള്ള ചെറിയൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. ക്രിസ്മസ് കരോൾ വരുന്നതിൻ്റെ അല്ലറ ചില പ്രിപ്പറേഷൻസും കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, വാവിനെ അവർ വരുമ്പോൾ കരോളുടെ സൗണ്ട് കേട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവനെക്കൊണ്ട് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവർ വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല. പക്ഷെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് സ്നാക്സ് കൊടുക്കും, എല്ലാ വട്ടം കൊടുക്കുന്നതാണ് കേട്ടോ. കരോള വരുമ്പോൾ ചായയും എന്തെങ്കിലും സ്നാക്സ് കൊടുക്കുന്നുണ്ട്. ഈ വട്ടം ഈ 2 ടൈപ്പ് സ്നാക്സ് ആട്ടോ കൊടുക്കുന്നത്. പിന്നെ അവർക്ക് കൊടുക്കാനായിട്ട് മമ്മി കുറച്ച് മിഠായും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഈ ഒരു ക്യാൻഡിൽ ഞങ്ങൾ ബത്തേരിയിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ. ജെൽ ക്യാൻഡിലാണ്, ഒത്തിരി നാൾ യൂസ് ആയിട്ട് നിൽക്കും. 40 രൂപ എങ്ങാണ്ട് വരുന്നുള്ളൂ ഒരെണ്ണത്തിന്. 2 എണ്ണം മേടിച്ചാൽ ഒരെണ്ണം ഇപ്പോൾ തീർന്നുള്ളൂ. റെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഈ യെല്ലോയും. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കാരണം ജെല്ലായതുകൊണ്ട് പെട്ടെന്നൊന്നും തീരില്ല. അത് തീർന്നുകൊണ്ട് ഇന്ന് പിന്നെ ഉണ്ണീശയൊക്കെ വരുന്നതെല്ലാം കൊണ്ട് പുതിയത് പൊട്ടിച്ച് വെച്ചേക്കെന്ന് വെച്ചാൽ പുതിയത് പൊട്ടിച്ച് വെച്ചതാണ്. ഞങ്ങൾ ഏകദേശം എല്ലാം റെഡിയാക്കിയപ്പോഴത്തേനും സാന്താക്ലോസ് എത്താറായി കേട്ടോ. എത്താറായി എന്നല്ല, താഴത്തെ നമ്മുടെ ഒരു പള്ളിക്കാരുടെ വീടുണ്ട്, അവരെ വീട്ടിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടപ്പോഴത്തേനും എനിക്കൊരു പരവേശ വെപ്രാളം എന്തൊക്കെ, പണ്ട് മുതലേ എനിക്കങ്ങനെ കേട്ടോ. പക്ഷെ ഇപ്പം നേരിട്ട് കാണുമ്പോഴൊന്നും കുഴപ്പമില്ല. പക്ഷെ വരുന്നതിന് മുമ്പ് ഇവരെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ മനസ്സിൻ്റെ ഉള്ളിൽ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഈ ഫീല് വരാൻ കാരണം ഞങ്ങൾ കുഞ്ഞിലേ മുതലേ, എല്ലാ പിള്ളേരും അങ്ങനെയായിരിക്കും, കുഞ്ഞിലേ മുതലേ സാന്താക്ലോസ് എന്ന് പറഞ്ഞാൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും പക്ഷേ കരോൾ വരുമ്പോൾ ഞങ്ങളെപ്പോഴും ഒന്നല്ലെങ്കിൽ പപ്പയുടെ പുറകെയും അമ്മയുടെ പുറകെ നിൽക്കും, അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ ജനലിൽ കയറി ഒളിച്ചിരിക്കും. ഞങ്ങൾ കട്ടിലിൻ്റെ അടി വരെ കയറുന്ന ചരിത്രമുണ്ട് കേട്ടോ. അതേപോലെ ഇപ്പം ഈ വട്ടം വന്നപ്പോൾ എനിക്ക് മനസ്സിലുള്ള ടെൻഷൻ, പക്ഷെ നേരിട്ട് വന്നപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ. അവർ വരുന്നതിന് മുമ്പ് വല്ലാത്തൊരു വെപ്രാളമൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ക്രിസ്മസ് ഇപ്പം വന്ന് 2 ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോഴൊക്കെ അതൊക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കൊരു പേടി, വാവ എണീക്കും, വാവ നല്ല ഉറക്കമായിരുന്നു, ഈ സൗണ്ട് കേട്ട് എണീക്കുമോ കരയുമോ എന്ന്. പക്ഷേ വാവയ്ക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബ്രൂണോ നിർത്താണ്ട് കുറയ്ക്കുമായിരുന്നു കേട്ടോ. മമ്മി ഇടയ്ക്കിടയ്ക്ക് വാവ എണീറ്റോ എന്ന് പറഞ്ഞ് പോയി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഉണ്ണീശോനെ കൊണ്ടുവന്ന് വെച്ച് ഉണ്ണീശോയോടൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ കരോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.